നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ അറിയാത്തൊരു അഫ്സല. ഓ എന്റെ ചേട്ടാ, ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ളതാ. എന്നിട്ട് ആ അഫ്സല ഏത് വഴിക്ക് പോയി? അവള് ചിലപ്പോ തിരക്കുള്ളതുകൊണ്ട് പോയി കാണും, അല്ലെങ്കിൽ തിരികെ വരും. അവളുടെ നമ്പർ കിട്ടാതെ ഞാൻ വിഷമിക്കായിരുന്നു. അപ്പോഴാ അവള് സർപ്രൈസ് ആയിട്ട് ഹൽദി ചടങ്ങിന് വന്നത്. സർപ്രൈസ് ആയിട്ട് വന്നവള് സർപ്രൈസ് ഒന്നും കാണിക്കാതെ ഏത് വഴിക്കാ പോയെന്ന് ദൈവത്തിനെ അറിയൂ. അമ്മായിക്ക് എന്തിനും സംശയം ഇത്തിരി കൂടുതലാ, അതെനിക്കറിയാം. എന്റെ മോൾ അങ്ങനെയാ. ഞാൻ അവളെ ഒത്തിരി കൊഞ്ചിച്ചും പുന്നാലിച്ചും വളർത്തിയത്. അതിനുള്ള പാര ദിനം പ്രതി എന്നോണം അവളെനിക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട്. അന്ന് പുന്നാരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, അവനവനുള്ള കെണി അവനവൻ തന്നെ ഒരുക്കുവന്നു. അച്ഛനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുമുണ്ട്. അറിയാലോ. അതുപോലെ ഈ പർദ്ദക്കാരിയുടെ കാര്യത്തിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നിർത്ത. അതല്ലല്ലോ ഇപ്പൊ ഇവിടെ പ്രശ്നം. മൈഥിലി എവിടെ? മൈഥിലി എവിടെ പോയെന്ന് കണ്ടെത്താൻ നോക്ക്. അല്ല, നീ എന്താ നിന്റെ മുറിയിലേക്ക് പോകത്തെ? അങ്ങനെ പോയാൽ കാർത്തിക് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? അതിനല്ലേ മൈഥിലി നിന്നോട് ഞാൻ ആ വഴി പറഞ്ഞു തന്നെ. ആ മാർഗം നടപ്പാക്കാൻ എനിക്ക് അവിടേക്ക് എത്തണ്ടേ? എങ്ങനെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ അവിടെ എത്തും? എവിടെ നോക്കിയാലും ഈ വീട്ടിലെ ആളുകളാ. വീട്ടുകാരെല്ലാരും നിന്നെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവര് തിരക്കി പിടിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് നീ ഞാൻ പറഞ്ഞ പ്ലാന് നടപ്പാക്കണം. ഇല്ലെങ്കിൽ എല്ലാം പൊളിയും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ആപത്ത് വരാനിരിക്കുന്നു? എന്റെ മൈഥിലി, ഓരോ സെക്കൻഡ് കഴിയും തോറും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുകയാ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.